നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ് ഗൈസ്, യെസ് തീർത്ത് കളഞ്ഞു പാകിസ്ഥാനൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുന്നിൽ ഒന്നുമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചു എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വെറും 114 റൺസിന് അവർ ഓൾ ഔട്ടാക്കി 61 റൺസിന്റെ ഗംഭീര വിജയം നമ്മുടെ ചുണക്കുട്ടികൾ നേടിയിരിക്കുകയാണ്. യെസ്, T20 വേൾഡ് കപ്പിൽ ഞങ്ങൾ കളിക്കാനില്ല എന്ന് പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ പിടികിട്ടിയോ? യെസ്, ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റ് 175 റൺസ് അടിച്ചപ്പോൾ പാകിസ്ഥാൻ 18 ഓവറുകളിൽ തന്നെ ഓൾ ഔട്ടായി വെറും 114 റൺസാണ് അവർ നേടിയത്. ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷന്റെ ഷോ ആയിരുന്നല്ലോ. 40 പന്തിൽ നിന്ന് 10 ഫോറും 3 സിക്സറും അടക്കം അദ്ദേഹം അടിച്ച് 77 റൺസാണ് ഇന്ത്യൻ വിജയത്തിന്റെ അടിത്തറയായി മാറിയത്. അഭിഷേക് ശർമ്മ ഡക്കായി പോയെങ്കിലും തിലക് വർമ്മ 25, സൂര്യകുമാർ യാദവ് 32, ശിവൻ ദ്യൂബെ 27 എന്നിവരൊക്കെ സംഭാവന നൽകി. ഹാർദിക് പാണ്ഡ്യ ഡക്കായിരുന്നു. റിങ്കു സിംഗ് 4 പന്തിൽ നിന്ന് 11 റൺസ് അടിച്ചിരുന്നു. പാകിസ്ഥാന് വേണ്ടി സെയ്ം അയൂബ് 4 ഓവർ 25 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിലെ തുടക്കം മുതൽ തന്നെ പാകിസ്ഥാന് പണി കൊടുത്തു നമ്മുടെ ചുണക്കുട്ടികള്. ഹാർദിക് പാണ്ഡ്യ അവരുടെ അപകടകാരിയായ ഷെയ്ഖ് ഫർഹാനെ ഡെക്കിന് പറഞ്ഞു വിട്ടു. സെയ്ം അയൂബ് എഡ്ജ് ചെയ്തൊരു സിക്സറൊക്കെ അടിച്ചെങ്കിലും ബൂംറയുടെ പന്തിൽ LBW ആയിട്ട് മടങ്ങി. ക്യാപ്റ്റൻ സൽമാൻ അലി അദ്ദേഹവും ഒന്നും ചെയ്യാൻ പറ്റാതെ മടങ്ങുന്നു. ബൂംറയുടെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ച് മടങ്ങുമ്പോൾ വെറും 4 റൺസ്. ബാബർ അസമിന് അക്സർ പട്ടേൽ ക്ലീൻ ബൗൾഡാക്കി കളഞ്ഞു. 7 പന്തിൽ നിന്ന് 5 റൺസ്. പിന്നെ ഉസ്മാൻ ഖാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കരുത്തൊന്നും അതിനുണ്ടായിരുന്നില്ല. 34 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 44 റൺസ് അടിച്ചു. ഷതബ് ഖാൻ 14, നവാസ് 4, ഫഹീം അഷ്റഫ് 10. പിന്നെ ഷെയ്ൻ ഷാഫ്രീദിയുടെ അവസാന സമയത്തെ കണ്ണും പൂട്ടിയുള്ള അടി. അങ്ങനെ അയാളൊരു 23 റൺസ് അടിച്ചു എന്നല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അബ്രാർ ഡക്ക്, ഒസ്മാൻ താരിഖ് ഡക്ക്. അങ്ങനെ കളി അവസാനിച്ചപ്പോൾ വെറും 114 റൺസാണ് അവരടിച്ചത്. നമ്മുടെ ചുണക്കുട്ടികൾ ഓരോരുത്തരും മികച്ച ബൗളിംഗ് പ്രകടനം. ഹാർദിക് പാണ്ഡ്യ 3 ഓവർ 16 റൺസ് 2 വിക്കറ്റ്, ജസ്പ്രീത് ബുംറ 2 ഓവർ 17 റൺസ് 2 വിക്കറ്റ്, അക്സർ പട്ടേൽ 4 ഓവർ 29 റൺസ് 2 വിക്കറ്റ്, വരുൺ 3 ഓവറിൽ 17 റൺസ് 2 വിക്കറ്റ്, കുൽദീപിനും തിലകിനും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. അങ്ങനെ പാകിസ്ഥാനെ വീണ്ടും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.